ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ലോകത്തിന്റെ പുതിയ തലവേദനയായി മാറുകയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ എണ്ണ സംഭരണ കേന്ദ്രവും ഒപ്പം ഇസ്രയേൽ ആക്രമിച്ചു. അതിനൊപ്പം തന്നെ ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിലും കനത്ത നാശമുണ്ട് എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണം തുടർന്നാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കും എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് തന്ത്രപ്രധാനമായ മേഖലയാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ടും പ്രകൃതിവാതകവും വ്യാപാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടലിടുക്കാണ്, ഇടനാടിയാണ്. അതുതന്നെയാണ് ഇറാന്റെ കയ്യിലെ ഏറ്റവും വലിയ ആയുധവും. ലോകത്തെ എണ്ണ വിപണനത്തിൽ 1% അത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ഉണ്ടാകുന്നത്. ലോകത്തിലെ ആകെ വ്യാപാരത്തിന്റെ 20 മുതൽ 25% വരെയും എണ്ണ നീക്കം ഇതുവഴിയാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ യുദ്ധത്തിലേക്ക് പോയാൽ ഈ കടലിടുക്ക് വഴിയുള്ള കപ്പലിലൂടെയുള്ള നീക്കം ഇല്ലാതാക്കുന്നു. അത് വലിയ തോതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബാധിക്കും എന്ന ഇടത്താണ് ഇറാൻ വലിയ സമ്മർദ്ദവുമായി നിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ കടൽ വഴിയുള്ള ഇന്ധന നീക്കം അത് പൂർണ്ണമായും നിലയ്ക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് വരുന്നത്. കാണുന്ന ദൃശ്യങ്ങൾ അത് ഇസ്രായേലിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വന്ന് പതിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇസ്രായേലിന്റെ ലോക പ്രശസ്തമായ പ്രതിരോധ സംവിധാനം ആരോ 3യെയും അതോടൊപ്പം തന്നെ അയൺ ഡോമിനെയും ഭേദിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ദീർഘദൂര മിസൈലുകൾ വന്ന് പതിക്കുകയാണ്. നമുക്കറിയാം, ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ആകാശ ദൂരം 1500 കിലോമീറ്റർ ദൂരമുണ്ട് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക്. ജോർദാനും ഇറാഖും കടന്നു വേണം എത്താൻ. അതെല്ലാം ഭേദിച്ചുകൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് വലിയ ആശങ്ക ഇപ്പോൾ നിൽക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വജിത് സി ആണ് നമുക്കപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. അശ്വജിത്ത്, ആശങ്കയൊഴിയുന്നില്ല എന്ന് മാത്രമല്ല, ആക്രമണം പ്രത്യാക്രമണം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇനി ലോകരാജ്യങ്ങളുടെ ഇടപെടൽ അത് ഏത് രീതിയിൽ ഉണ്ടാകും, പ്രത്യേകിച്ച് അമേരിക്കയും അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇന്ന് പുലർച്ചെ ഉണ്ടായ ആക്രമണത്തിന്റെ വിവരങ്ങൾ ആദ്യം പറയൂ. നെഡാൻസ് ആണവ കേന്ദ്രം ഇന്നലെ ഭാഗികമായി തകർന്നിരുന്നു. ഇന്നും ആണവോർജ്ജ കേന്ദ്രങ്ങളാണോ ലക്ഷ്യം വെച്ചിരുന്നത്? തീർച്ചയായും ഈ ആക്രമണം ഒരുപക്ഷെ ഇന്ന് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത് വലിയ തോതിൽ എസ്കലേറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ ഇന്നലെ കരുതിയിരുന്നു. നമ്മൾ തന്നെയാണ് ആ തരത്തിലുള്ള പ്രത്യാശ പങ്കുവെച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഇന്ന് പുലർച്ചെയും അല്ലെങ്കിൽ ഇന്നലെ രാത്രിയുമായി അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലും ഇറാനും നടത്തിയത്. ഇരുവശത്തും അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളിലും കനത്ത നാശവും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം ചോദിച്ചതുപോലെ ആ അപ്ഡേറ്റ്സ് ഒന്ന് പറഞ്ഞിട്ട് മറ്റു വിശദാംശങ്ങളിലേക്ക് വരാം. അതിൽ ഏറ്റവും പ്രധാനം, ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ വടക്കൻ ഭാഗങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടായി എന്നതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അവിടെ നിരവധി കെട്ടിടങ്ങൾ തകർന്നുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും, പരിക്കേറ്റവരുടെ എണ്ണം ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല, പക്ഷേ ഏതാണ്ട് 20-ന് മുകളിലാണ് എന്നതാണ് പറയുന്നത്. ഒരുപക്ഷെ അതിലും കൂടാനും സാധ്യതയുണ്ട്. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു, ഒരു യുവതി കൊല്ലപ്പെട്ടു എന്നും അനൌദ്യോഗികമായി വിവരം വരുന്നു. കഴിഞ്ഞ ദിവസവും ഇറാന്റെ ആക്രമണത്തിൽ അവിടെ ഒരു ആൾനാശം ഉണ്ടായിരുന്നു. ഇന്നും ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആര്യ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലിന്റെ വിഖ്യാതമായ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തുകൊണ്ടാണ് ഇറാന്റെ റോക്കറ്റുകൾ ഇന്നും ചെന്ന് പതിച്ചത്. അതാണ് ഇസ്രായേലിലെ നാശമെങ്കിൽ ഇനി ദൃശ്യങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് ഇസ്രായേലിലെ ഹൈഫ എന്ന് പറയുന്ന നഗരത്തിൽ വന്നു വീഴുന്ന മിസൈലുകളാണ്. അത് തുറമുഖ നഗരമാണ്, തന്ത്രപ്രധാനമായ പ്രദേശമാണ്. അവിടെയാണ് യുദ്ധ കപ്പലുകളൊക്കെ സ്ഥിതി ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അത് വലിയ സ്ട്രാറ്റജിക് നഷ്ടമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച്. തീർച്ചയായും ഇറാൻ അവകാശപ്പെടുന്നതും ഈ ഹൈഫ. ഒരു കാര്യം കൂടി അശ്വത്, നേരത്തെ ഇപ്പോൾ പലസ്തീൻ ഹമാസിന്റെ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിലും ഇസ്രായേലിന്റെ വിഖ്യാതമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകരുന്നത്, കണ്ണടയ്ക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന അത്രത്തോളം കരുത്തിൽ ഈ ആക്രമണങ്ങളെ തടയാൻ കഴിയാതെ പോകുന്നുണ്ടോ ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങളിൽ? നമുക്കത് 100% ഒരു റിസൾട്ട് എന്ന് പറയാൻ കഴിയില്ല. പ്രതിരോധ സംവിധാനങ്ങൾ ഒരു പക്ഷേ പൂർണ്ണമായും വിജയിക്കുമോ അല്ലെങ്കിൽ പൂർണ്ണമായും ഫലം കാണുമോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിൽ വലിയ ആൾനാശം ഉണ്ടാകുന്നു, വലിയ കെട്ടിടങ്ങൾ ഉൾപ്പെടെ വലിയ നാശം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ വലിയ ആശങ്കപ്പെടുത്തുന്നത്. കാരണം സാധാരണഗതിയിൽ ചെറിയ തോതിലൊക്കെ ആ നാശങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്ര ഹ്യൂജ് ആയൊരു ലോസ്, ഒപ്പം തന്നെ മരണം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നത് ഉൾപ്പെടെയുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നത് വലിയ ആശങ്ക തന്നെയാണ്. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് ഇസ്രായേലിൽ അടിയന്തരമായൊരു യോഗം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ അടിയന്തര ക്യാബിനറ്റ് ചേരുകയുണ്ടായി ഇന്ന് രാവിലെ, അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ. ഇനി എന്ത് എന്നതടക്കമുള്ള തീരുമാനങ്ങൾ ഒരുപക്ഷെ അതിൽ എടുത്തിട്ടുണ്ടാകും. ഇനി എന്ത് എന്നത് പ്രധാനമായും അമേരിക്കൻ നിലപാടിനെ കൂടി ആശ്രയിച്ചായിരിക്കില്ലേ? അമേരിക്കയാണ് പിന്നണിയിൽ എന്നതാണല്ലോ ഇറാന്റെ ഇപ്പോഴത്തെയും നിലപാട്. ഇറാൻ അക്കാര്യം വ്യക്തമാക്കുന്നുമുണ്ട്. തുടർ ആണവ ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നതുമൊക്കെ ആ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. മാത്രമല്ല, നേരത്തെ തന്നെ അറ്റാക്ക് ഉണ്ടാകും, ഇറാൻ ഞങ്ങളുടെ വഴിയെ വന്നില്ലെങ്കിൽ എന്നതായിരുന്നല്ലോ അമേരിക്കൻ നിലപാട്. അപ്പോൾ ഒരു പുതിയ കരാറിലേക്ക് വേഗത്തിൽ എത്തിച്ചേരുക എന്ന സാധ്യതകൾ മങ്ങുകയാണ്. അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതുകൂടി ഇസ്രായേലിന്റെ അടുത്ത സ്റ്റെപ്പിന് കാരണമായി മാറില്ലേ? അത്തരം പ്രതികരണങ്ങൾ വരുന്നുണ്ടോ ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്ത് നിന്ന്?
രതീഷ്, തീർച്ചയായിട്ടും അമേരിക്ക ഒരുപക്ഷെ ഇത് തുടക്കം തന്നെ തങ്ങൾക്ക് ഇതിലൊന്നും ഇല്ല അല്ലെങ്കിൽ തങ്ങളൊന്നും പറയുന്നുമുണ്ട്. ഇനി ഇപ്പോൾ അമേരിക്ക ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു കൃത്യമായൊരു നിലപാടില്ല, ഞങ്ങൾ ഇതിന് പിന്തുണയ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞ് ഒഴിയുന്നുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായി അമേരിക്കയുടെ ഒരു സ്ട്രോങ് ആയുള്ളൊരു ഡിസിഷൻ ഇനി ഇവിടെ നിർണായകമാണ്. ഇസ്രായേലിനോടോ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളോടോ ഒക്കെ ഒരു എന്താണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് സൊല്യൂഷൻ എന്നും ഒക്കെയുള്ള ഒരു സ്ട്രോങ് ആയൊരു ഡിസിഷൻ അമേരിക്ക അതിൽ എടുക്കേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ വരുമെന്നാണ് വിദഗ്ധരൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഗൂഗിൾ കൂടി ഉണ്ടെന്ന് അറിയുന്നു. ഇനി ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇതിനു മുൻപൊക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലും അവർ സ്ട്രാറ്റജിക് ആയിട്ട് ഇപ്പോൾ ആയത്തുള്ള അലി ഖമനിയുടെ ഉപദേഷ്ടാവ്, സംയുക്ത സൈനിക നേതാവ്, അങ്ങനെ സിവിൽ തരത്തിലും സൈനിക റാങ്കിങ്ങിലും ഏറ്റവും മുതിർന്ന ആളുകളെയാണ് എലിമിനേറ്റ് ചെയ്തത്. ഇന്നിപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ് ആയത്തുള്ള അലി ഖമൈനി, അതായത് ഇറാന്റെ പരമോന്നത നേതാവും പരിധിക്ക് പുറത്തല്ല എന്ന്. അത് വലിയ മുന്നറിയിപ്പാണ് അശ്വജിത്ത്. തീർച്ചയായും ആര്യ, നമുക്ക് ഇസ്രായേലിലെ ഏതെല്ലാം കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നതെന്ന് നോക്കി. ഇനി പ്രധാനപ്പെട്ടത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിൽ എവിടെയെല്ലാമാണ്, അതിൽ ഏറ്റവും പ്രധാനം 2 എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ. ഒന്ന് ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ റിഫൈനറിയിലാണ്, മറ്റൊന്ന് ടെഹ്റാനിലുള്ള എണ്ണ സംഭരണ കേന്ദ്രത്തിലും. ഇത്തരത്തിൽ ഇറാന്റെ സ്ട്രാറ്റജിക്കായ ലൊക്കേഷനുകളിൽ ഇസ്രായേൽ എവിടെയെല്ലാമാണ് ആക്രമണം നടത്തിയത്? ഗൂഗിൾ പറയും. ഗൂഗിൾ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തെഹ്റാനിലായിരുന്നു, നദാൻസിലായിരുന്നു ആണവ കേന്ദ്രങ്ങളിലൊക്കെയാണ് ആക്രമണത്തിലേക്ക് പോവുകയും ചെയ്തത്. എന്തായാലും പുതിയൊരു സ്ട്രാറ്റജിയിലേക്ക് തന്നെ ഇസ്രായേൽ മാറുന്നുണ്ട്. അതായത് ഊർജ്ജ മേഖലയാണ് ഏറ്റവും പുതിയ ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പോൾ ഊർജ്ജ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ യുദ്ധസന്നാഹങ്ങളുമായി മുൻപോട്ട് പോവുകയും സൗത്ത് പാർസ് എണ്ണപ്പാടം, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണ്, അവിടേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഫർജാം ഗ്യാസ് കമ്പനി അടക്കമുള്ളവ തകർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും ആ തീയൊന്നും നിയന്ത്രണ വിധേയമായിട്ടില്ല. അത്രത്തോളം വലിയ രൂക്ഷ സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നും ഇറാഖ് ഗൂഗിൾ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. ഈ ടെഹ്റാനിലുള്ള, ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും, ടെഹ്റാനിലുള്ള ഈ മേഖലയിലുള്ള ഒരു വലിയ എണ്ണ സംഭരണ കേന്ദ്രം, ടെഹ്റാനിലെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇറാനിലെ തന്നെ വലിയ എണ്ണ സംഭരണ കേന്ദ്രമാണ്. അത് റിഫൈനറി അല്ല, ഈ റിഫൈൻ ചെയ്ത എണ്ണ സംഭരിക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടെയും ഇന്ന് പുലർച്ചെയോടെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി. അത് വലിയ തീഗോളമായി മാറുന്ന ദൃശ്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളൊന്ന് കാണാൻ തോന്നുന്നു അല്ലേ ആര്യ? തീർച്ചയായും ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനെല്ലാം ഇസ്രായേൽ തള്ളുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ഇതാ അശ്വത്ത് പറഞ്ഞ പോലെ തീഗോളമാവുകയാണ് എണ്ണ സംഭരണ കേന്ദ്രം. എണ്ണ സംഭരണ കേന്ദ്രമാണ്. അത് ടെഹ്റാനിൽ തന്നെയുള്ളതാണ്. ഈ എണ്ണ സംഭരണ കേന്ദ്രത്തിന് സമീപത്തുള്ള നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടെ വരുന്നുണ്ട്. ഗൂഗിൾ തുടരാം. അതേപോലെ എന്തായാലും നമ്മൾ ഈ മാപ്പിൽ കാണുന്നത് പോലെ തന്നെ ഈ സൗത്ത് പാർസ് എണ്ണപ്പാടം, ആ എണ്ണപ്പാടമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടം തന്നെയാണ്. ഇത് ഒരു രാജ്യം മാത്രമല്ല കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇറാൻ ആണെങ്കിൽ കൂടെ തന്നെ മറ്റ് രാജ്യങ്ങൾക്കും അതിനകത്ത് ഒപെക് രാജ്യങ്ങൾക്കൊക്കെ തന്നെ വലിയ പങ്കാളിത്തം ഉള്ള ഒരു എണ്ണപ്പാടം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ആക്രമണം മുൻപോട്ട് പോകുമ്പോൾ അത് ലോകത്തെ എണ്ണ വ്യവസായത്തെ കൂടുതലായും ബാധിക്കുന്നു. എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ 9% ആക്രമണങ്ങൾ ഉണ്ടായത് എണ്ണ വ്യവസായത്തെ മാത്രമല്ല, എണ്ണ വ്യവസായത്തെ ബാധിക്കുന്നത് വലിയ ആശങ്കയാണ്.